തിരുവനന്തപുരം ആര്യനാട് ഈഞ്ചപ്പുര ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. നഗരത്തിരക്കുകളിൽ നിന്ന് വളരെ മാറി വനമേഖലയോട് ചേർന്നാണ് സ്കൂൾ. ഗതാഗത സൗകര്യം ഉൾപ്പെടെ കഷ്ടിയായപ്പോൾ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി. ഒടുവിൽ 4 ക്ലാസുകളിൽ നിന്നായി ആകെ 13 കുട്ടികളെന്ന നിലയിലായി. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്കൂളിൽ കരാട്ടെ പരിശീലനം തുടങ്ങിയത് 2 മാസം മാത്രം മുൻപ്. ആര്യനാട് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും കരാട്ടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു മാഷിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ വാർഡ് മെമ്പറും ഒക്കെ ഇതിന് വളരെ സപ്പോർട്ടീവാണ്. കരാട്ടെ ആവേശത്തോടെ കുട്ടികളും ഏറ്റെടുത്തു. ആറ്റിങ്ങലിൽ വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കുരുന്നുകൾ ചരിത്രം കുറിച്ചു. 6 ഇനങ്ങളിൽ മത്സരിച്ചു. 5 ഇനങ്ങളിലും വെള്ളി മെഡൽ നേടി. മത്സരത്തിന് ഞാനാണ് കൊണ്ടുപോയത് കുട്ടികളെ. എൻ്റെ സ്വന്തം റിസ്കിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. കേരളത്തിനകത്തുള്ള പല ജില്ലയിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ നമ്മുടെ കുട്ടിയും മത്സരത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അഭിമാനമാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിന് കൊണ്ടുപോകുന്നത് പുറത്ത്. 1.5 മാസത്തിനിടെയുള്ള വെള്ളിയാഴ്ചകളിലെ മാത്രം പരിശീലനമാണ് നേട്ടത്തിന് പിന്നിലെന്ന് ഓർക്കണം. അടിപൊളിയാണോ? അടിപൊളിയാ. പഠിച്ചിട്ട് ആരെങ്കിലും ഇടിച്ചോ പോയിട്ട്? അച്ഛനടിക്കും. നല്ല ഇഷ്ടപ്പെട്ടോ? ഒന്നും മിണ്ടാത്തത് ഇല്ലേ? ആരെങ്കിലും ഇടിക്കാൻ വന്നാൽ ഞാൻ നല്ല ഇടി കൊടുക്കും. കരാട്ടെ പഠിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ ആരെങ്കിലും ഇടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? തിരിച്ചടിക്കോ? ഉള്ളിലൊളിച്ചൊരു മുഖമല്ല കള്ളക്കരിങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടത് മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ. 4 അധ്യാപകരും 13 കുട്ടികളും ചേർന്ന് ഈ നാടിനെയും സ്കൂളിനെയും പുനർനിർമ്മിക്കുമെന്നുറപ്പ്. സ്കൂളിലെ പരിമിതികൾ ഈ കുരുന്നുകൾക്ക് പ്രതിസന്ധിയാവുന്നില്ല. മെച്ചപ്പെട്ട ശിക്ഷണത്തിൽ നല്ല നാളുകളിലേക്ക് ഇവർ ഉയരുമെന്നുറപ്പ്. ഈഞ്ചപ്പുരി സ്കൂളും നാളെ അറിയപ്പെടുക ഇവിടുത്തെ പരിമിതികളുടെ പേരിലാവില്ല, ഇവർ സൃഷ്ടിക്കുന്ന ചരിത്രങ്ങളുടെ പേരിലാവും.